Dear students, in the last class we studied how to find the inverse of a matrix using the formula A inverse equal to adjoint of A divided by determinant of A. Today we will study another method to find the inverse of a matrix. The method is known as row operations method. Finding the inverse. If an n by n matrix A can be transformed into an n by n identity matrix I by the sequence of elementary row operations, then capital A is non-singular. That is, we can find A inverse. A matrix having inverse is called non-singular. The same sequence of operations that transforms A into the identity matrix I will also transform I into A inverse. ഇവിടെ എ എന്ന മെട്രിക്സിനെ ഐയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാനായി നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസ് എല്ലാം തന്നെ ഇവിടെ ഐ എന്ന ഐഡൻറ്റിറ്റി മെട്രിക്സിലും ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അവസാനം നമുക്ക് ലഭിക്കുമ്പോൾ ഐ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു ഇവിടെ ലഭിക്കുന്ന മെട്രിക്സ് എന്താണോ അത് എയുടെ ഇൻവേഴ്സ് ആയിരിക്കും. അതായത് ഐ ഇൻറ്റു എ ഇൻവേഴ്സസ് എ ഇൻവേഴ്സ്. സോ എ ഇൻവേഴ്സ് ബിക്കംസ് ദ ട്രാൻസ്ഫോംഡ് മെട്രിക്സ്. സോ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ എ എന്ന മെട്രിക്സിന് ഐഡൻറ്റിറ്റി മെട്രിക്സിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നു റോ ഓപ്പറേഷൻസ് ഉപയോഗിച്ചുകൊണ്ട്. അതേ ഓപ്പറേഷൻസ് ഐ എന്ന ഐഡൻറ്റിറ്റി മെട്രിക്സിൽ ചെയ്യുന്നു. എ എന്ന മെട്രിക്സ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആവുന്ന സമയത്ത് ഐ എന്ന മെട്രിക്സ് ഓട്ടോമാറ്റിക്കലി എ ഇൻവേഴ്സ് ആയി മാറിയിട്ടുണ്ടാവും. Here we have an example. Find the inverse of this matrix. പ്രോബ്ലം ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ എ എന്ന മെട്രിക്സ് എഴുതുന്നു, അതിനോട് അടുത്ത് തന്നെ ഐ എന്ന ഐഡൻറ്റിറ്റി മെട്രിക്സ് എഴുതുന്നു. ഈ ഒന്നിച്ചുള്ള മെട്രിക്സ് ആണ് ഇവിടെ പരിഗണിച്ചിരിക്കുന്നത്. സോ നമ്മളിവിടെ ഈ എ എന്ന മെട്രിക്സിനെ ഐഡൻറ്റിറ്റി മെട്രിക്സിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നു. അതേ ഓപ്പറേഷൻസ് റൈറ്റ് സൈഡിലുള്ള ഈ ഐഡൻറ്റിറ്റി മെട്രിക്സിലും ചെയ്യുന്നു. സോ റോ ഓപ്പറേഷൻസ് ചെയ്ത് എക്ലോൺ ഫോമിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഈ കാണുന്ന എലമെൻറ്റ് ഫസ്റ്റ് നമുക്ക് 1 ആക്കി മാറ്റേണ്ടതുണ്ട്. So we divide the entire first row by 2, or we have the operation R1 becomes 1 by 2 R1. So we will get this matrix. ഇനി ഇവിടെയുള്ള ഈ ലീഡിങ് 1 ഉപയോഗിച്ചുകൊണ്ട് അതിന് താഴെയുള്ള 2 എലമെൻറ്റ്സ് നമുക്ക് സീറോസ് ആക്കി മാറ്റണം. നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസ് ആണിത്. ഇവിടെയുള്ള എലമെൻറ്റ് -2 ആണ്. അതിൻ്റെ നെഗറ്റീവ് എടുത്തു, അതായത് +2 ഇൻറ്റു ഫസ്റ്റ് റോ പ്ലസ് സെക്കൻഡ് റോ. So we have the operation second row becomes 2R1 plus R2. Similarly, third row becomes 5R1 plus R3. Then these two elements becomes 0 here. അതുപോലെ ഈ സെക്കൻഡ് റോയും തേർഡ് റോയും ഇതേ ഓപ്പറേഷൻസ് മുഴുവനായി ചെയ്യുമ്പം ഇത്രയും ചേഞ്ച് ഇവിടെ വന്നു. ഇനി നമുക്ക് സെക്കൻഡ് റോയിലുള്ള ഈ ഡയഗണൽ എലമെൻറ്റ് 1 ആക്കി മാറ്റണം. സോ വി ഹാവ് ദ ഓപ്പറേഷൻ R2 becomes 1 by 3 R2. ഇവിടെ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി മാത്രമാണ് ഈ എലമെൻറ്റിനെ 1 ആക്കി മാറ്റിയിരിക്കുന്നത്. ആക്കിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. സോ ഹിയർ ദ ഓപ്പറേഷൻ ഇസ് R3 becomes 1 by 5 R3. സോ നമുക്ക് ഇതുപോലുള്ള മെട്രിക്സ് ലഭിച്ചു. ചെയ്യുന്ന ഓപ്പറേഷൻസ് എല്ലാം തന്നെ ഈ റോയിൽ മുഴുവനായിട്ട് ചെയ്യണം എന്ന് മാത്രം ഓർത്തിരിക്കുക. നൗ 1ന് മുകളിലും താഴെയുള്ള എലമെൻറ്റ്സ് നമുക്ക് സീറോസ് ആക്കി മാറ്റണം, ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ട് മാറണമെങ്കിൽ. സോ ഇവിടെ ഓൾറെഡി 0 ആണ്. താഴെയുള്ള എലമെൻറ്റ് 0 ആവണമെങ്കിൽ വി ഹാവ് R3 becomes -R2 plus R3. ഇനി തേർഡ് റോയിലുള്ള ഈ എലമെൻറ്റ് 1 ആക്കി മാറ്റുന്നതിനായി തേർഡ് റോയോടുകൂടി നമ്മൾ 30 മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ വി ഹാവ് ദിസ് മെട്രിക്സ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് ഫോമിലേക്ക് മാറുന്നതിന് 1ന് മുകളിലുള്ള ഈ 2 എലമെൻറ്റ്സ് നമുക്ക് സീറോസ് ആക്കി മാറ്റേണ്ടതുണ്ട്. സോ വി ഹാവ് ദ ഓപ്പറേഷൻ R1 becomes, ഇവിടെയുള്ള എലമെൻറ്റ് 1 by 2 ആണ്. സോ -1 by 2 ഇൻറ്റു R3 പ്ലസ് R1. ഓക്കെ, അതുപോലെ R2 becomes -5 by 3 R3 പ്ലസ് R2. സോ നമ്മൾ ഈ ലീഡിങ് 1 ഉപയോഗിച്ചുകൊണ്ടാണ് മുകളിലുള്ള 2 എലമെൻസിനെയും സീറോസ് ആക്കി മാറ്റുന്നത്. അതേ ഓപ്പറേഷൻ നമ്മൾ ഈ ഫസ്റ്റ് റോ മുഴുവനായിട്ട് സെക്കൻഡ് റോ മുഴുവനായിട്ടും ചെയ്യുന്നു. ദെൻ വി വിൽ ഗെറ്റ് ദിസ് മാട്രിക്സ്. ഇവിടെ നോക്കിയാൽ ഇവിടെ ഫസ്റ്റ് നമ്മൾ എഴുതിയ ഈ മാട്രിക്സ് എ എന്ന മാട്രിക്സിനെ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് ഐഡൻറ്റിറ്റി മെട്രിക്സിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഓട്ടോമാറ്റിക്കലി റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന മെട്രിക്സ് ആയിരിക്കും എ ഇൻവേഴ്സ് ആയിട്ട് വരുന്നത്. സോ എ ഇൻവേഴ്സ് ഈക്വൽ ടു ദിസ് മാട്രിക്സ്. ഇനി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാത്ത മാട്രിക്സസ് ഉണ്ടാവാം. അതായത് ഒരു മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടാൽ 0 ആണ് ലഭിക്കുന്നതെങ്കിൽ സച്ച് മാട്രിക്സസ് ഹാസ് നോ ഇൻവേഴ്സ്. ഓക്കെ, സോ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാവാം. ഇവിടെ എ എന്ന മെട്രിക്സിനെ നമ്മൾ മുമ്പ് ചെയ്ത അതേ ഫോം ഉപയോഗിച്ച് ഐഡൻറ്റിറ്റി മെട്രിക്സിലേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഈ ലാസ്റ്റ് റോയിലുള്ള 3 എലമെൻറ്റ്സും നമുക്ക് 0 എന്ന് വന്നു.
ചെയ്ത് വരുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഓപ്പറേഷനിൽ ഇത് ലാസ്റ്റ് എലമെൻറ്റ്സ് മൂന്നും സീറോസ് ആയിട്ട് മാറി. ആ സമയത്ത് നമ്മൾ ഇതിനെ ഇനി എന്ത് ഓപ്പറേഷൻ ചെയ്താലും ഇവിടെ 1 വരുത്താൻ നമുക്ക് കഴിയില്ല. അതായത് ഇതിനെ ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സിലെ ഫോമിലേക്ക് നമുക്ക് മാറ്റാനാവില്ല. So we can conclude that here the matrix has no inverse. So such matrices are called singular matrices. ഇനി ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ് എന്ന ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്കൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പറ്റുക? ഇവിടെ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. m ഇക്വേഷൻസ് ഉണ്ട്. m ഇക്വേഷൻസ് ഇൻ n അൺനോൺസ് x1 x2 എക്സെട്ര xn ഇവയാണ് അൺനോൺസ്. ഈ അൺനോൺസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. a11 a21 അങ്ങനെ am1 വരെയുള്ളത് കൊണ്ട് m ഇക്വേഷൻസ് ആണ് ഇവിടെ നമുക്കുള്ളത്. സോ ഈ സിസ്റ്റത്തിനെ നമുക്ക് ഒരു മെട്രിക്സ് ഫോമിൽ മെട്രിക്സ് പ്രോഡക്റ്റ് ഫോമിൽ എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാം: a ഇൻറ്റു എക്സ് ഈക്വൽ ടു ബി. ഇവിടെ a എന്ന് പറയുന്നത് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിലുള്ള കൊയിഫിഷ്യൻസ് ആണ്. x1 x2 എക്സെട്ര xn വേരിയബിൾസിൻ്റെ അല്ലെങ്കിൽ അൺനോൺസിൻ്റെ കൊയിഫിഷ്യൻസ് ആണ് a എന്ന മെട്രിക്സിലെ എൻട്രീസ്. ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് അൺനോൺസ് ആണ്. x1 x2 എക്സെട്ര xn അതിനെ നമ്മളൊരു കോളം വെക്റ്ററാക്കി എഴുതുന്നു. ക്യാപിറ്റൽ ബി എന്നത് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള കോൺസ്റ്റൻസ് ആണ്. b1 b2 എക്സെട്ര bm. സോ a ഇൻറ്റു എക്സ് നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ ഇവിടെ ഫസ്റ്റ് റോ എടുക്കുന്നു, ഇവിടെ നിന്ന് ഈ കോളം എടുക്കുന്നു, കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത ശേഷം ആഡ് ചെയ്യുന്നു. a11 x1 പ്ലസ് a12 x2 പ്ലസ് എക്സെട്ര പ്ലസ് a1n xn. ദാറ്റ് ഈസ് എക്സാക്ട്ലി ഹിയർ. ദാറ്റ്സ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഫസ്റ്റ് എലമെൻറ്റ് b1. ഓക്കെ, അതുപോലെ നമ്മൾ മുഴുവൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. സോ ഈ കേസിൽ നമ്മൾ ഈ മെട്രിക്സ് ഇൻവേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. സോ m ഈക്വൽ ടു n ആവുന്ന കേസിൽ, അതായത് നമ്പർ ഓഫ് ഇക്വേഷൻസും നമ്പർ ഓഫ് അൺനോൺസും സെയിം ആവുന്ന കേസിൽ we can use inverse of the matrix to solve this system of equations. എല്ലായ്പ്പോഴും സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ മെട്രിക്സ് ഇൻവേഴ്സ് യൂസ് ചെയ്യാനാവില്ല. നമ്പർ ഓഫ് അൺനോൺസും നമ്പർ ഓഫ് ഇക്വേഷൻസും ഈക്വലായി വരുന്ന കേസിൽ മാത്രമേ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻവേഴ്സസ് അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാവുള്ളൂ. സോ നമ്മളിപ്പോൾ എഴുതിയ പ്രകാരം എ എക്സ് ഈക്വൽ ടു ബി എന്നാണ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ നമ്മൾ സൂചിപ്പിച്ചത്. ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും നമ്മൾ എ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ a ഇൻവേഴ്സ് ഇൻറ്റു എ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് ലഭിക്കും. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആയതുകൊണ്ട് എ ഇൻവേഴ്സ് ഇൻറ്റു എ നമുക്ക് കമ്പൈൻ ചെയ്യാം. ഇൻറ്റു എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. എ ഇൻവേഴ്സ് എ എന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇൻറ്റു എക്സ് ചെയ്താൽ നമുക്ക് എക്സ് ലഭിക്കും. എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. സോ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ മെട്രിക്സ് ആണ് എക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. സോ എക്സ് ഇസ് x1 x2 എക്സെട്ര xn. അത് നമുക്ക് എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ, ലെറ്റ് us solve this linear system 2x1 minus 9x2 equal to 15, 3x1 plus 6x2 equal to 16. First of all, you have to express this linear system as a matrix product, that is ax equal to b form. ഇവിടെ a എന്ന് പറയുന്നത് x1 x2 എന്ന അൺനോൺസിൻ്റെ കൊയിഫിഷ്യൻസ് ആണ്. അതായത് 2 minus 9 3 6. ദാറ്റ് ഈസ് ദിസ് മെട്രിക്സ് ക്യാപിറ്റൽ എ. ക്യാപിറ്റൽ എക്സ് ഇസ് ദ വേരിയബിൾ മെട്രിക്സ് x1 x2 അൺനോൺസ് ആൻഡ് b ഈക്വൽ ടു ദ മെട്രിക്സ് 15 16. മെട്രിക്സ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായി രണ്ട് മെത്തേഡ്സ് നമ്മൾ പഠിച്ചിരുന്നു. ഒന്ന് അഡ്ജോയിൻ മെത്തേഡാണ്, ഒന്ന് മെട്രിക്സ് റിഡക്ഷൻ മെത്തേഡാണ്. ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണെങ്കിലും നമ്മൾ ആദ്യം എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നു. 2 minus 9 3 6 എന്ന 2/2 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ആണ് നമുക്ക് കാണേണ്ടത്. സോ ഇറ്റ് ഈസ് അഡ്ജോയിൻറ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എ. 2/2 മെട്രിക്സ് ആയതുകൊണ്ട് അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇവിടെ 2 6 ഈ എലമെൻറ്റ്സ് പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുകയും ഇവിടെയുള്ള എലമെൻറ്റ്സിനോട് കൂടി -1 മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്താൽ വളരെ എളുപ്പത്തിൽ നമുക്ക് 2/2 മെട്രിക്സിന് ഇൻവേഴ്സ് കാണാം. അഡ്ജോയിൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ പെട്ടെന്ന് തന്നെ ആൻസർ എഴുതിയത്. ഇനി ഇതല്ലാതെ നമുക്ക് വേണമെങ്കിൽ മെട്രിക്സ് റിഡക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടും ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. സോ ഇവിടെ ലഭിച്ച മെട്രിക്സ് 2/13 എന്നാണ് ഫസ്റ്റ് എലമെൻറ്റ്. ഇവിടെ ആക്ച്വലി 1/39 ഇൻറ്റു 6 ചെയ്താൽ 2/13 എന്ന് ലഭിക്കും. അതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നു. ആൻഡ് വി ഹാവ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ക്യാപിറ്റൽ ബി. ദാറ്റ് ഈസ് x1 x2 ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ദ മെട്രിക്സ് ബി. മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, വി വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 6 minus 1/3. So therefore x1 equal to 6 and x2 equal to minus 1/3.
ആ ആൻസർ നമ്മൾ ഇവിടെയുള്ള സിസ്റ്റത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി നമുക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാവുന്നതാണ്. 2 × 6 - 9 × -1/3 ദാറ്റ് ഈസ് 12 + 3 ദാറ്റ്സ് ഈക്വൽ ടു 15. അതുപോലെ സെക്കൻഡ് ഇക്വേഷനും നമുക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. Now let us solve this linear system. Here first of all we have to write the linear system in the form Ax equal to B. Here A is the matrix 1 - 1 1 2 1 2 3 2 -1. That is a coefficient matrix. Capital X is, this is a 3/3 matrix here. Correspondingly there are 3 variables x1 x2 x3. And the matrix capital B is the constant matrix 1 2 -3. First of all we have to find A inverse. We will use matrix reduction method here. So we will consider the matrix AI. So that is equal to the matrix 1 - 1 1 2 1 2 3 2 -1. And we have the identity matrix here 1 0 0 0 1 0 0 0 1. ഫസ്റ്റ് റോയിലുള്ള ഫസ്റ്റ് എലമെൻറ്റ് 1 ആയിരിക്കണം. ഇവിടെ 1 ആയതുകൊണ്ട് നമുക്കതിലൊന്നും ചെയ്യാനില്ല. സെക്കൻഡ് റോയിലുള്ള എലമെൻറ്റ് 2 ആണ്. അതിനെ നമുക്ക് 0 ആക്കി മാറ്റണം. സോ അവിടെയുള്ള എലമെൻറ്റ് 2 ആണ്. സോ -2 എടുക്കുന്നു. ഫസ്റ്റ് റോയിലുള്ള ലീഡിങ് 1നോട് കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. -2r1 + r2. Similarly we have r3 becomes -3r1 + r3. So the matrix becomes 1 - 1 1. Here 1 0 0. സെക്കൻഡ് റോയും തേർഡ് റോയും നമ്മൾ ഈ ഓപ്പറേഷൻ പ്രകാരം ചേഞ്ച് ചെയ്തു. ഇനി സെക്കൻഡ് റോയിലുള്ള ഈ എലമെൻറ്റ് 1 ആക്കി മാറ്റുന്നു. അതിന് മുകളിലും താഴെയുള്ള എലമെൻറ്റ്സ് നമുക്ക് സീറോസ് ആക്കി മാറ്റണം. So continuing the row operations, you can reduce this matrix to the identity matrix. ആ സമയത്ത് റൈറ്റ് സൈഡിലുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സിന് എന്ത് ട്രാൻസ്ഫോർമേഷൻ ആണോ നടന്നിട്ടുള്ളത് ആ ഫൈനൽ മെട്രിക്സ് ആയിരിക്കും A ഇൻവേഴ്സ്. സോ A ഇൻവേഴ്സ് ഈക്വൽ ടു ഇവിടെ 1/12 കോമൺ ഫാക്ടറായിട്ട് പുറത്ത് വെച്ചാൽ 1/12 ഇൻറ്റു 5 - 1 3 -8 4 0 -1 5 -3. Then A inverse B becomes capital X. So 1/12 into this matrix into B is the matrix 1 2 -3. Multiplying the matrices we will get the answer. And so x1 is equal to -6/12 that is -1/2. x2 equal to 0. x3 equal to 18/12 that is equal to 3/2. Now a homogeneous system of equations means a linear system in the form Ax equal to 0. That is A into x equal to the 0 matrix. B എന്ന മെട്രിക്സിന് പകരം 0 മെട്രിക്സ് ആണ് ഉള്ളതെങ്കിൽ നമുക്ക് അത്തരം ലീനിയർ സിസ്റ്റത്തിനെ ഹോമോജീനിയസ് സിസ്റ്റംസ് എന്ന് വിളിക്കുന്നു. ഇത്തരം ലീനിയർ സിസ്റ്റം സോൾവ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ എക്സ് എന്ന അൺനോൺ മെട്രിക്സിലെ എല്ലാ എൻട്രീസിനും 0 കൊടുക്കുകയാണെങ്കിൽ, അതായത് x1 = 0 x2 = 0 എക്സെട്ര xn = 0 കൊടുക്കുകയാണെങ്കിൽ ദി സിസ്റ്റം വിൽ സാറ്റിസ്ഫൈ. സോ ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു 0 എന്നത് ഈ സിസ്റ്റത്തിൻ്റെ ഒരു ട്രിവിയൽ സൊല്യൂഷനാണ്. ഏതൊരു ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റം എടുത്താലും എക്സ് ഈക്വൽ ടു 0 എന്നത് അതിൻ്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും. അതല്ലാതെ മറ്റു സൊല്യൂഷൻസ് ഈ സിസ്റ്റത്തിനുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഈ തിയറം നമുക്ക് യൂസ് ചെയ്യാം. A homogeneous system of n linear equations in n variables Ax equal to 0 has only the trivial solution if and only if capital A is non-singular. ക്യാപിറ്റൽ എ നോൺ സിംഗുലർ ആണെങ്കിൽ ഈ സിസ്റ്റത്തിന് x ഈക്വൽ ടു 0 എന്ന സൊല്യൂഷൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. എ നോൺ സിംഗുലർ ആവുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുക എന്നാണ്. സോ x ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്ന ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എ ഇൻവേഴ്സ് ഇൻറ്റു 0 എന്ന് വരും. സോ ക്യാപിറ്റൽ എക്സ് നമുക്ക് 0 എന്ന് ലഭിക്കും. സോ എ ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റം Ax ഈക്വൽ ടു 0ക്ക് ആകെ ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുപോലെ എ ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റം ഓഫ് n ഇക്വേഷൻസ് ഇൻ n വേരിയബിൾസ് Ax ഈക്വൽ ടു 0 ഹാസ് എ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈസ് സിംഗുലർ. ഇനി എ സിംഗുലർ ആണെങ്കിൽ ഈ സിസ്റ്റത്തിന് 0 അല്ലാത്ത മറ്റ് സൊല്യൂഷൻസും നമുക്ക് കണ്ടുപിടിക്കാനാവും. സോ ഒരു ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റം തന്നാൽ അതിന് 0 അല്ലാത്ത സൊല്യൂഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ എ നോൺ സിംഗുലർ ആണോ അല്ല സിംഗുലർ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. എ നോൺ സിംഗുലർ ആണെങ്കിൽ സിസ്റ്റത്തിന് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എ സിംഗുലർ ആണെങ്കിൽ സിസ്റ്റത്തിന് ട്രിവിയൽ സൊല്യൂഷൻ അല്ലാതെ മറ്റു സൊല്യൂഷൻസും ഉണ്ടാവും. എ സിംഗുലർ ആവുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് എ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 0 ലഭിക്കുക എന്നാണ്. ഡിറ്റർമിനൻ്റ് ഓഫ് എ 0 ആവുന്ന സമയത്ത് എ സിംഗുലർ മെട്രിക്സ് ആണ്.
ആ സമയത്ത് ഈ സിസ്റ്റത്തിന് ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റം AX = 0 എടുത്തു കഴിഞ്ഞാൽ അതിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ഉണ്ടാകും.